നിങ്ങൾ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. പ്രിയപ്പെട്ടവരെ നോക്കൂ, എനിക്ക് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താനുണ്ട്. സിബി ചിരിക്കൊടുക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സത്യം പറഞ്ഞാൽ ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് എന്ത് കണ്ടാലും ചിരിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ചിരി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിരി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ചിരിക്കൊടുക്ക എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചിരി കണ്ടാൽ നോക്കൂ, അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കൂ, എന്ത് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയും അതിലേറെ കോമളനുമാണ് അദ്ദേഹം, അല്ലേ? ഈ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത്. ഈ പരനാറിയ നമ്മൾ എന്താ വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവന്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അസുഖമുള്ള ആളെങ്കിൽ ഇവൻ ആദരാഞ്ജലികൾ പോസ്റ്റ് അടിച്ചെടുക്കുവോ? ഒരു മരണ വാർത്ത കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന ഒരു മനുഷ്യനത് വന്ന് കണ്ടാൽ, ആ മരണ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥ, സാമാന്യ മര്യാദ വേണ്ടേ? മനുഷ്യത്വം വേണ്ടേ? ഇനി നമുക്ക് എന്ത് സങ്കടമോ ദേഷ്യമോ വെറുപ്പോ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഒരു അസുഖം അവർക്ക് വന്നതിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടി അവരിതാ ഓരോ ചികിത്സകൾ തേടി പോവുകയാണ്. അതിനിടയിലാണ് ഈ പരനാറി, തന്തയ്ക്ക് പറക്കാത്ത പരത്തേണ്ടി ഇങ്ങനൊരു സാധനം ഇറക്കിയിരിക്കുന്നത്. സിബി ചിരിക്കൊടുക്ക. 5000-ലധികം ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവന്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും സുഹൃത്തുക്കൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്ത. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനടിയിൽ വന്ന കമന്റുകൾ കണ്ടാലറിയാം എന്താണ് പൊതുസമൂഹത്തിന് ഇവരോട് പറയാനുള്ളത്, എന്താണ് പൊതുസമൂഹത്തിന് ക്യാൻസർ എന്ന മഹാരോഗത്തെക്കുറിച്ച് പറയാനുള്ളത്. റിക്കവർ ആവാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ട്. അവൻ കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പറയുന്ന രേണുസുധിക്കും മക്കളില്ലേ? ആ മക്കളെ വളർത്തണ്ടേ, പോറ്റണ്ടേ? നമ്മൾ ആരെങ്കിലും അവർക്ക് ചെലവിന് കൊടുക്കുമോ? ഈ കാണുന്ന നാട്ടുകാർ ചെലവിന് കൊടുക്കുമോ? ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും രേണുസുധി എന്ന് പറയുന്ന കലാകാരിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇതും തട്ടിപ്പാ, ഇവക്കൊരിക്കലും ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് സുഖമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്? ഇതുകൊണ്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്? ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിച്ച് അവരുടെ കുടുംബം പോറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ അവർക്ക് ഒരു അസുഖം കൂടെ വന്നു പിടിപെട്ടു. പലരും പറയുന്നൊരു കാര്യം, ഭർത്താവ് മരിച്ച രേണുസുധി എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താണ് ഇത്ര വൾഗറായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്? എന്താണ് അവരെങ്ങനെ സംസാരിക്കുന്നത്? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് മുന്നോട്ട് കുടുംബം കൊണ്ടുപോകണ്ടേ? പ്രമുഖയായിട്ടുള്ള ഒരു നടി അവരുടെ ഭർത്താവ് മരിച്ച് 2 മാസത്തിന് ശേഷം അവർ ഫീൽഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ പ്രമുഖയാണ് അവർ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്തുകൊണ്ട് സുധിയുടെ ഭാര്യയ്ക്ക് മാത്രം വരുന്നു? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ, അവകാശമില്ലേ? ആ അവകാശം, അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രേണുസുധി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരാളെ ഇങ്ങനെ അനാവശ്യമായി നിരന്തരം സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്, പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത്, ഇതൊന്നും ശരിയായൊരു നിലപാടല്ല. എന്തിനാണ് നമ്മൾ ഇവരൊക്കെ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ ഒരു സാധനം അയച്ചതിനുണ്ടായിരുന്നു. നമ്മൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, പെട്ടെന്ന് വാട്സപ്പ് നോക്ക്. ഞാൻ വാട്സപ്പ് കയറി നോക്കിയ സമയത്ത് ഞാൻ ശരിക്കും ഷോക്കായി. ഞാൻ അത് നിന്റെ കൂടെ കൊടുക്കാം. ഐ കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ ഡൂയിങ് ലൈക്ക് ദിസ്. ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദരാഞ്ജലികൾ പറഞ്ഞ് പോസ്റ്റ് ഇടുക. എനിക്ക് തോന്നുന്നത് രേണു ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ്. അതായത് രേണു ചേച്ചി ഒരു ബാക്കപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരില്ല എന്ന് ഇവർക്ക് കോൺഫിഡൻസ് ഇത്ര ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ രേണു ചേച്ചി വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള, സൊസൈറ്റിയിൽ വളരെയധികം എന്താ പറയുക ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ ആരും ഇങ്ങനെ പറയത്തൂല്ല, ആരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യൂല. അപ്പം ഒരു വ്യക്തിയുടെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മനുഷ്യത്വം, അത് ആരും തന്നെ രേണു ചേച്ചിയോട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഈവൻ ഇപ്പൊ വയ്യാത്ത കാര്യം റിവീൽ ചെയ്ത സമയത്ത് പോലും നമുക്ക് രേണു അല്ല റിവീൽ ചെയ്തത്. രേണു അല്ല ഈ വിഷയത്തിൽ റിവീൽ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമുക്ക് അത് ആദ്യമേ അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളാരും അത് പറയേണ്ട ആവശ്യമില്ല. നമ്മളത് പറഞ്ഞിട്ട് സിമ്പതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഷീ ഹാവ് ടു ലിവ്, അല്ലെ? പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് എടുക്കണം, പുള്ളിക്കാരി ജീവിക്കണം, കുടുംബം നോക്കണം. നിങ്ങൾക്ക് അറിയാനിട്ടാണ്. കഷ്ടപ്പെട്ട് മക്കളെ നോക്കുന്നു, കുടുംബം നോക്കുന്നു. അവരുടെ റിയൽ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ കിടന്ന ആൾക്കാർ കാണിക്കുന്ന ഹെയ്റ്റിന് ഉപരി അവരൊരു മനുഷ്യനാണ്, അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ നടത്തുന്ന ജീവിതത്തിൽ നടത്തുന്ന പോരാട്ടം ചെറുതൊന്നുമല്ല. അത് ആരും മനസ്സിലാക്കുന്നില്ല. മോറോവർ ഇങ്ങനെ ഒരു സാധനം ഇടുന്ന സമയത്ത് ഇവരെ ഫാമിലി ഉണ്ട്, ഇവരെ ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായി. ഞാൻ രേണുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരാളാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ആരോട് പറയണമെന്ന് അറിയാൻ പറ്റാതെ ഞാൻ ചാടിക്കറി ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്നത്. ഇതെന്താ ഇതുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട്.
അപ്പം വെറുതെ ആളുകൾ ഇങ്ങനെ ഇത് ഭയങ്കര മോശമാണ്. ഇത് ഭയങ്കര പേഴ്സണലി അറിയുന്ന നമ്മള് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര പാനിക്കാണ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാണുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷോക്കാവും. കാരണം ഓൾറെഡി ഇപ്പൊ വയ്യാണ്ടിരിക്കുകയാണ്, അപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആദരാഞ്ജലികൾ എന്നൊരു പോസ്റ്റ് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞ പാനിക്കായിട്ടോ. അത് ഭയങ്കര മോശമാണ്. അത് ചെയ്തിരിക്കുന്നത് ഭയങ്കര തന്തയില്ലാത്തരം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര വൃത്തികെട്ട ഒരു പരിപാടി ആയിപ്പോയി. അവൾ എങ്ങനെയെങ്കിലും ജീവിക്കണം. അവൾ ഒരുപാട് സ്ട്രഗിൾ ഈ കണ്ട ആൾക്കാരെ ആട്ടും തുപ്പും തെരുവിലൊക്കെ കേട്ടിട്ടാണ് രേണു ഇവിടെ വരെ എത്തി നിന്നിട്ടുള്ളത്. ഒരു മനസ്സുണ്ട്, ഒരു മനുഷ്യനല്ല, ഒരു മനസ്സുണ്ട് അവർക്ക്. അത് നമ്മള് ഇങ്ങനെയിട്ട് മുറിപ്പെടുത്തുന്ന ഒരിക്കലും നല്ല കാര്യമില്ല. നിന്റെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ചത്തുപോകുന്ന സമയത്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു ഇത് മനസ്സിലാവുക. എന്തൊരു മനുഷ്യനാണെന്ന് നോക്കിക്കേ. ഒരാൾ വയ്യ എന്ന് പറഞ്ഞപ്പോഴേക്ക് ആദരാഞ്ജലികൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്തൊരു ദുഷ്ട മനസ്സാണ് ഇദ്ദേഹത്തിന്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പോയി അവർക്കുള്ള കുഴി വെട്ടുകയായിരിക്കുമല്ലേ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ അവർക്കുള്ള റീത്തായിരിക്കും പോയി ഓർഡർ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള സ്വഭാവം കാണിക്കുന്നത്. ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? ഈ സമയത്ത് അവർക്ക് ഏറ്റവും വേണ്ടത് മെന്റൽ സപ്പോർട്ടാണ്. അതിനു പകരം നിങ്ങൾ ഇതുപോലെയുള്ള പോസ്റ്റെല്ലാം ഇടുന്നത് എത്ര വൃത്തികെട്ട കാര്യമാണ്. ഒരുപാട് ഹേറ്റേഴ്സ് രേണുസുധിക്കുണ്ട്. അത് അവരുടെ പല വീഡിയോസിലൂടെയും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറണമായിരുന്നു. പേരിൽ മാത്രം ചിരിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരെ ഇതുപോലെ ദ്രോഹിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. അവരെ സ്നേഹിക്കുന്ന പല ആളുകളും രാവിലെ ഉണർന്നത് ഇതുപോലെയുള്ള പോസ്റ്റ് കണ്ടിട്ടാണ്. പെട്ടെന്ന് അവരുടെ മനസ്സിലെല്ലാം കടന്നു പോയിട്ടുള്ളത് എന്തായിരിക്കും? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അതുപോലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഈ പോസ്റ്റ് കാണുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമമുണ്ടായിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പോസ്റ്റ് കാണാനിടയായിട്ടുള്ളത് നമ്മുടെ ദയാ ഗായത്രിയും അതേപോലെ ഹെയ്തി സാദിയയും അവരുടെ വീഡിയോയിലൂടെ പങ്കുവെച്ചപ്പോഴായിരുന്നു. അപ്പോഴേക്ക് പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടെല്ലാം പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ പോസ്റ്റിനെതിരെ ദയയും ഹെയ്തിയും വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോയും അതുപോലെ നമ്മുടെ ബൈജു ചേട്ടൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമൻ്റായി പറയുക. ദയവ് ചെയ്ത് ഈ സമയത്ത് അവരെ ഉപദ്രവിക്കാതിരിക്കുക. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അറിയാം ശരീരത്തിന് അത്രമാത്രം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ മനസ്സിനെയും കൂടി വേദനിപ്പിച്ച് അവരുടെ അസുഖം വൾഗറാകുന്ന രീതിയിലേക്കൊന്നും എത്തിക്കാതിരിക്കുക. അവർക്കൊരു ചെറിയ കുഞ്ഞുള്ളതാണ്. അവനെങ്കിലും ഓർത്ത് അവർ എത്രയും പെട്ടെന്ന് ഈ അസുഖത്തിൽ നിന്ന് കരകയറി പഴയതുപോലെ തിരിച്ചെത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.